കൊച്ചിയിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി സ്വകാര്യ ബസ് സർവീസ്. ശരണ്യ എന്ന പേരിൽ സർവീസ് നടത്തുന്ന ബസ് വൈറ്റില ഹബ്ബിൽ നിന്ന് യാത്രക്കാരെ കയറ്റുന്നത് നിയമവിരുദ്ധമായാണ്. കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് സ്വകാര്യ ബസ് യാത്രക്കാരെ കയറ്റുന്നത്. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ബസ് എന്ന പേരിലാണ് അനധികൃത സർവീസ്. ഇതുമൂലം നടപടിയെടുക്കാൻ കെഎസ്ആർടിസിയും മടിക്കുകയാണ്. യാത്രാക്ലേശം പരിഹരിക്കാൻ ഏത് വണ്ടി വന്നാലും മതി. കൃത്യമായി പ്രൈവറ്റ് ബസ് വരുന്നുണ്ട്. അതിനിടയിൽ കൂടെ ഒരു ചുമന്ന വണ്ടി കൊണ്ടിട്ട് അതിനും കാശില്ലാതാക്കി രണ്ടുപേരും ചെയ്യും. അത് വേണം. കെഎസ്ആർടി ഓടാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഓടാൻ വേണ്ടിയിട്ടാണ് പ്രൈവറ്റുകാർക്ക് വേണ്ടി റൂട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നത് കേരളം മുഴുവൻ. അപ്പോൾ വണ്ടി മതി. നമുക്ക് സ്വന്തം വണ്ടി തന്നെ പോകണം നിർബന്ധമില്ല. ഏതെങ്കിലും വണ്ടി പോയാൽ മതി. രണ്ടും കൂടി കെഎസ്ആർടി ഇത് കൂടി അയാൾ നശിക്കും. വൈറ്റില ഹബ്ബിൽ എല്ലാ വിധത്തിലുള്ള നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ശരണ്യ ബസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് വൈറ്റില ഹബ്ബിന്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ ഹബ്ബിലേക്ക് കയറുന്നതിന്റെ തുടക്കത്തിലുള്ള ഏകദേശം 6ഓളം ബസ്സുകൾ നിർത്തിയിടാനുള്ള സ്ഥലം അത് കെഎസ്ആർടിസിക്ക് വേണ്ടിയുള്ള കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡാണ്. അവിടെ നിന്നും യാത്രക്കാരെ എടുക്കാനുള്ള അവകാശം അർഹത ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സുകൾക്കില്ല. അവർക്ക് അതിനുള്ള റൈറ്റ് ഇല്ല എന്നുള്ളതാണ്. ഈ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് അപ്പുറത്തേക്കാണ് ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സുകൾ നിർത്തിയിടേണ്ടത്. അവിടെ നിന്ന് മാത്രമാണ് പ്രൈവറ്റ് ബസ്സുകൾക്ക് യാത്രക്കാരെ എടുക്കാനുള്ള റൈറ്റ് ഉള്ളൂ എന്ന് പറയുന്നത്. അതാണ് വൈറ്റില ഹബ്ബിന്റെ കൃത്യമായ സ്ട്രക്ചർ, അവിടുത്തെ നിയമം എന്ന് പറയുന്നത്. പക്ഷേ ഈ നിയമങ്ങളൊന്നും ശരണ്യ ബസ്സിന് ബാധകമല്ല എന്നുള്ളതാണ്. ആ ബസ് വന്ന് നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആ ബസ് ആദ്യം വന്ന് നിൽക്കുന്നത് കെഎസ്ആർടിസി ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്ന കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് പിന്നിലാണ്. അവിടെ വന്ന് നിന്ന് ഈ ബസ്സിലെ ജീവനക്കാർ പുറത്തിറങ്ങി കെഎസ്ആർടിസി ബസ്സിൽ കയറിയ ആളുകൾ ഉൾപ്പെടെ വിളിച്ചിറക്കിയാണ് ശരണ്യ ബസ്സിലേക്ക് കയറ്റുന്നത്. ആലോചിക്കണം, കെഎസ്ആർടിസി ബസ്സിനകത്ത് കയറിയിരിക്കുന്ന യാത്രക്കാരെ കെഎസ്ആർടിസി സ്റ്റാൻഡിൽ ഇല്ലീഗലായി വന്ന് നിർത്തി അതിൽ നിന്നും വിളിച്ചിറക്കിയാണ് അവരുടെ ബസ്സിലേക്ക് കയറ്റുന്നത്. അവിടെ നിന്നും പരമാവധി ആളെ എടുത്ത ശേഷം പിന്നീട് ശരണ്യ ബസ് കിടക്കേണ്ട 12ാം നമ്പർ ബേയിലേക്ക് ഇത് പോകും. അവിടെ വൈറ്റില ഹബ്ബിൽ വീണ്ടും കിടക്കും. അരമണിക്കൂറോളം കിടന്ന് അവിടെ നിന്നും യാത്രക്കാരെ എടുത്താണ് ഈ ബസ് പുറത്തേക്ക് പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ബസ് എന്ന പേരിലാണ് ഈ ബസ് ഇത്തരത്തിൽ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് വൈറ്റില ഹബ്ബിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഈ ബസിന്റെ RC ഓണറുടെ പേര് വിനോദ് കുമാർ എന്നാണ്. കൊട്ടാരക്കര സ്വദേശിയായിട്ടുള്ള വിനോദ് കുമാറിന്റെ പേരിലാണ് ഈ ബസിന്റെ RC ഉള്ളത്. നമ്മൾ ഈ വൈറ്റില ഹബ്ബിലെ ജീവനക്കാരുമായി, അതുപോലെ പ്രൈവറ്റ് ബസ് ജീവനക്കാരുമായി, അതുപോലെ കെഎസ്ആർടിസി ജീവനക്കാരുമായി എല്ലാവരുമായി നമ്മൾ സംസാരിച്ചു. എല്ലാവർക്കും വലിയ രീതിയിലുള്ള വിയോജിപ്പ് ഈ ശരണ്യ ബസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടു. പക്ഷേ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന പേടി എന്ന് പറയുന്നത് ശരണ്യക്ക് എന്താ കൊമ്പുണ്ടോ എന്ന ചോദ്യം ന്യായമായും നാട്ടുകാർക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. കെഎസ്ആർടിസിയുടെ ജീവനക്കാർ തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടത്. അത് വകുപ്പ് മന്ത്രിയുമായി ബന്ധമുള്ള ബസ്സാണോ അല്ലയോ എന്നുള്ളത് അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്. എന്തായാലും അനധികൃത സർവീസാണ് നടത്തുന്നത് എന്നതാണ് ഇപ്പോൾ നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യമായിരിക്കുന്നത്. അലി അക്ബർ ഷായാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.